ബലാത്സംഗ കേസിലെ പ്രതിയുടെ ശിക്ഷ 38 വർഷത്തിന് ശേഷം പുനഃസ്ഥാപിച്ചു സുപ്രീം കോടതി. 1986-ൽ 1-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് പീഡനത്തിന് ഇരയായത്. ഇര കോടതിയിൽ മൗനം പാലിച്ചെന്ന കാരണത്താൽ രാജസ്ഥാൻ ഹൈക്കോടതി പ്രതിയെ വെറുതെ വിട്ടു. ഇര മൗനം പാലിച്ചു എന്നത് പ്രതിയെ കുറ്റവിമുക്തനാക്കാനുള്ള കാരണമല്ലെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. വിവരങ്ങളുമായി ഷബ്ന സിയാദ് ചേരുന്നു. ഷബ്ന, വളരെ പ്രത്യേകതകളുള്ള ഒരു കേസാണ്. 1986-ൽ ആ സമയത്ത് ഈ ഇരകളുമായി ബന്ധപ്പെട്ട് പീഡനത്തിന് വിധേയരാകുന്നവരുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കോടതിയുടെ മനോനില തന്നെ മറ്റൊന്നായിരുന്നു എന്നുള്ളത് ഈ കേസ് പരിശോധിക്കുമ്പോൾ മനസ്സിലാകും എന്ന് തോന്നുന്നു. ഏതായാലും ശിക്ഷാവിധി പുനഃസ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഈ വൈകിയ നീതിയെക്കുറിച്ച് എന്താണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്? എന്തൊക്കെയാണ് അതിൻ്റെ വിവരങ്ങൾ? ലക്ഷ്മി, ഇത് രാജസ്ഥാനിലെ സുരേലിയിലെ ഒരു വില്ലേജിലാണ് ഈ സംഭവം നടക്കുന്നത്. 1986-ലാണ് 1-ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ ഒരു 21-കാരൻ പീഡനത്തിന് ഇരയാക്കുന്നു എന്നതാണ് കേസ്. പിന്നീട് ഇതിൽ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിചാരണ കോടതി ഇയാൾക്ക് ശിക്ഷ വിധിച്ചിരുന്നു. 7 വർഷം തടവും ഫൈനുമായിരുന്നു ശിക്ഷ. അതിനുശേഷം ഇയാൾ രാജസ്ഥാൻ ഹൈക്കോടതിയെ സമീപിച്ചു. താൻ ഈ കുറ്റകൃത്യം ചെയ്തിട്ടില്ല എന്നതായിരുന്നു ഈ പ്രതിയുടെ വാദം. അതിനായി പ്രതി കോടതിയിൽ ഉന്നയിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ക്രോസ് വിസ്താരത്തിനിടയിൽ, അതായത് ഈ വിചാരണ കോടതി ക്രോസ് വിസ്താരം നടത്തുമ്പോൾ ഈ പെൺകുട്ടി, കേവലം 5 വയസ്സ് മാത്രം പ്രായമുള്ള ഈ പെൺകുട്ടി മൗനം പാലിച്ചു. അതായത് ഇയാളെ അറിയുമോ എന്നൊക്കെ ചോദ്യത്തിന് മൗനം പാലിച്ചു, കണ്ണുനീർ വാർത്തു നിന്നു എന്നതായിരുന്നു. അതിനുശേഷം ഒരു മറുപടിയും ഈ പെൺകുട്ടി പറഞ്ഞിരുന്നില്ല. അതുകൊണ്ട് താൻ കുറ്റകൃത്യം ചെയ്തിട്ടില്ല, താൻ നിരപരാധിയാണ് എന്ന് പ്രതി വാദിക്കുകയും രാജസ്ഥാൻ ഹൈക്കോടതി ഇത് ശരിവെക്കുകയും ഈ പ്രതിയെ വെറുതെ വിടുകയുമാണ് ഉണ്ടായത്. അതിനുശേഷം രാജസ്ഥാൻ സർക്കാരാണ് സുപ്രീം കോടതിയിൽ അപ്പീലുമായി പോകുന്നത്. അത് 2017-ലാണ്. നമുക്കറിയാം ഇതിൻ്റെ ഒരു കാലഘട്ടം. 1986-ൽ നടന്ന സംഭവം 2013-ൽ ഇതിൽ ശിക്ഷ വരുന്നു. അതിനുശേഷം രാജസ്ഥാൻ ഹൈക്കോടതി ഇത് റദ്ദാക്കുന്നു. 2017-ൽ ഇതിൻ്റെ അപ്പീൽ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിക്കുന്നു. സുപ്രീം കോടതി ഇപ്പോൾ ഏതായാലും നിർണായകമായ ഈ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നു. ഇത്തരത്തിൽ ഒരു പെൺകുട്ടി, അതും ചെറിയ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടി മൗനം പാലിച്ചു എന്നതുകൊണ്ട് മാത്രം ഒരാൾ കുറ്റകൃത്യത്തിൽ നിന്ന് കുറ്റവിമുക്തനാകുന്നില്ല. ആ പെൺകുട്ടി കരഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു എന്നാണ് ഈ വിചാരണ കോടതിയിൽ നിന്നുള്ള തെളിവുകൾ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇയാൾ കുറ്റക്കാരനാണ് എന്ന് തന്നെ കോടതി കണ്ടെത്തിയിരിക്കുന്നു. ഇയാളുടെ ശിക്ഷ പുനഃസ്ഥാപിച്ചിരിക്കുന്നു. 7 വർഷം തടവ്, 4 ആഴ്ചയ്ക്കുള്ളിൽ ഇയാൾ വിചാരണ കോടതിയിൽ സറണ്ടർ ചെയ്യണം. അതിനുശേഷം വിചാരണ കോടതി മറ്റ് നടപടികൾ സ്വീകരിക്കണം എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. ഇത്തരത്തിൽ മെഡിക്കൽ തെളിവുകൾ, മറ്റ് സാഹചര്യ തെളിവുകൾ, ഐ വിറ്റ്നസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ കേസിൽ കൃത്യമായി ഉണ്ടായിരുന്ന കേസാണ്. അതിനുശേഷമാണ് രാജസ്ഥാൻ ഹൈക്കോടതി ഇത്തരം ഒരു നിലപാടെടുത്തത്. രാജസ്ഥാൻ ഹൈക്കോടതിയുടെ വിധി അത്ഭുതപ്പെടുത്തുന്നു എന്നും സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്.